അങ്ങനെ ഓണത്തിന് ചെറിയൊരു ഷോപ്പിംഗ് തുടങ്ങി. ചെറിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ നാപ്കിനാണ് എടുത്ത് വെച്ചത് ആദ്യം തന്നെ. ഞാനെപ്പോൾ പോയാലും ആദ്യം പോകുന്നത് കുട്ടികളുടെ ഈ സെക്ഷനിലൊക്കെ ആയിരിക്കും. അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാം. എന്താ എടുക്കണ്ടേന്നൊന്നും ഒരു പിടുത്തമില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. എങ്കിലും ഇടയ്ക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോയി കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു ഉണ്ടാവുന്നൊരു മനസ്സുഖം, അതിന് വേണ്ടി പോണതാണ്. അങ്ങനെ പോയി ഓരോന്നോരോന്ന്. പക്ഷെ നമ്മളപ്പോൾ ഓരോന്നോരോന്ന് എടുക്കുമ്പോഴും അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പോകും. പിന്നെ ഞാൻ ഈ വൈപ്പർ 4 എടുത്തേക്കുന്നത് എന്തിനാണെന്നറിയോ? അത് ഒരുമിച്ച് എടുക്കാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എൻ്റെ മക്കളത് മൊത്തം തീർക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്താൽ എനിക്ക് കാര്യം നടക്കുള്ളൂ. അങ്ങനെ പിള്ളേർ സെറ്റിനെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഞാൻ കാര്യമായിട്ട് നോക്കി ഓരോന്നോരോന്ന് എടുക്കുന്നു. കുട്ടികൾ നമ്മുടെ കോൺസെൻട്രേഷൻ കളയാനായിട്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും വന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മാവേലീനെ കണ്ടു കേട്ടോ. ഓണത്തിന് മുന്നേ മാവേലീനെ കണ്ടു. പക്ഷേ ഫോട്ടോ എടുക്കാൻ മാത്രം പറ്റുള്ളൂ. മാവേലി ഡിസ്കൗണ്ട് ഒന്നും തന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരക്ക് പിടിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസം. പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല, പക്ഷെ കുറേ സമയം പോയി. അങ്ങനെ എന്തായാലും കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു. പിള്ളേർക്ക് ഹാപ്പി ആയിരുന്നു. അപ്പം നല്ലൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.